ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടു, അത് നോ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യമായിരിക്കും, പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആയിരിക്കും. അപ്പോൾ എന്താണ് പീപ്പിൾ പ്ലീസിങ്? എന്തൊക്കെയാണ് ഈ പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ ലക്ഷണങ്ങൾ? അഥവാ ഈ പീപ്പിൾ പ്ലീസിങ് നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്തേക്ക് വരാം? അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ, ഈ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ മുതലെടുക്കാനും അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പീപ്പിൾ പ്ലീസിങ്? ആ വേർഡിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെക്കുക. അതായത് നമ്മുടെ ഫീലിങ്സ്, അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ, അതുപോലെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിയും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് നോ പറയാൻ പറ്റാത്തത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും നമ്മൾ യെസ് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ക്ഷീണമുണ്ട്, നമുക്കിപ്പം ഒരു കാര്യം ചെയ്യാൻ വയ്യ, നമ്മൾ ഓക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ട് പറയുന്നത് നമുക്കൊരു ഫിലിമിന് പോയാലോ. അപ്പോൾ അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി നമ്മുടെ മൈൻഡിൽ റെസ്റ്റ് എടുക്കണം എന്നായിരിക്കും, പക്ഷെ നമ്മൾ അവരുടെ കൂടെ സിനിമയ്ക്കും. പിന്നെ നമ്മളോടൊപ്പം ഒരാളൊരു കാര്യം പറഞ്ഞു, നമുക്ക് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നമ്മളത് ഇഷ്ടപ്പെടാത്തത് കാണിക്കില്ല. നമ്മൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ചിരിച്ച് സ്മൈൽ ചെയ്തിട്ട് നമ്മൾ ആ ചിരിച്ച മുഖത്തോടെ ഇരിക്കും. കാരണം നമ്മളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആ ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്കായിട്ട് നമ്മൾ ചിരിക്കും. ഇത് നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർ ഡിസപ്പോയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു കാര്യം. ആക്ച്വലി നമ്മളിത് ആലോചിക്കുമോ, നമ്മൾ വിചാരിക്കും അത് ആക്ച്വലി കൈൻഡ്നെസ് ആണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പേടിയിൽ നിന്നാണ് ഈ ഒരു സ്വഭാവം ഉണ്ടായി വരുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ പീപ്പിൾ പ്ലീസേഴ്സ് ആവുന്നത്? അതിന് ബേസിക്കലി നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം, നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മൾ ആരാണോ ചെറുപ്പത്തിൽ നോക്കിയിരുന്നത് അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നമ്മളെ സ്നേഹിക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ വളർന്ന ആളാണെങ്കിൽ, അത് പാരൻസ് ആവാം, ഒരുപക്ഷെ അതല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് ആവാം. കാരണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്താൽ മാത്രമേ അവർ നമ്മളെ സ്നേഹിക്കൂ എന്നുള്ളത്. കുട്ടികൾക്ക് എപ്പോഴും സ്നേഹമാണല്ലോ വേണ്ടത്. പിന്നെ നല്ല കുട്ടിയായിരിക്കുക എന്നുള്ളത്, ഒരു ഗുഡ് ഗേൾ അല്ലെങ്കിൽ ഗുഡ് ബോയ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല കുട്ടിയായിരിക്കണം എന്നുള്ള സാധനം ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ആളുകൾ. അതല്ലെങ്കിൽ നിരന്തരം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന ഒരു വീട്ടിൽ വളർന്ന ഒരാൾ. അതുമല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നോ പറഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ ആൾ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്ന പേടിയുള്ള ആൾക്കാർ. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്താണെങ്കിൽ മറ്റേ ടോക്സിക് പാർട്ട്ണറുടെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ ഒരു പീപ്പിൾ പ്ലീസറായി മാറാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ബേസിക്കലി ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ലോ സെൽഫ് എസ്റ്റീം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വളരുന്നതെങ്കിൽ നമുക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതും ഈ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയറായിട്ട് കണക്റ്റഡ് ആണ്. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഞാൻ ഇമോഷണലി സേഫ് ആവും എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഫീലിംഗ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ പറയാനുള്ള ബുദ്ധിമുട്ട്. ഇനി അഥവാ നമ്മൾ ആരോടെങ്കിലും നോ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ പേരിൽ ഭയങ്കര ഗിൽറ്റ് ഫീൽ ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വില കൊടുക്കും. പിന്നെ പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരാളോടൊരു കാര്യം പറയണമെങ്കിൽ അത് ജസ്റ്റ് പറഞ്ഞാൽ മതി, അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആരെന്ത് ചോദിച്ചാലും അതിന് നമ്മൾ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്തിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും ആകാം. നമ്മൾ പാർട്ട്ണറിൻ്റെ അടുത്താവാം, നമ്മുടെ വർക്ക് പ്ലേസിലാകാം, അതല്ലെങ്കിൽ വീട്ടിലായിരിക്കാം, പാരൻസിൻ്റെ അടുത്തായിരിക്കാം. എവിടെയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് സാഹചര്യമാണെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കാം. പിന്നെ അവനവൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. എനിക്കെന്താണ് വേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയനാണ്. എത്ര ക്ഷീണമാണെങ്കിലും നമ്മൾ ആരെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
അവിടെ നിന്ന് എണീറ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കും. അതായത് റെസ്റ്റ് എടുക്കുകയില്ല. അതുപോലെ തന്നെ വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നമുക്കറിയാം അവർ പറയുന്നതോ ചെയ്യുന്നതോ ശരിയല്ല, നമുക്ക് തിരിച്ചവിടെ പറയാനുള്ളതേ ഉള്ളൂ, പക്ഷെ അത് പറയില്ല. അവരെ പോലും നമ്മൾ ടോളറേറ്റ് ചെയ്യും, അവരെ പോലും ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും. അപ്പം ഇത് ആക്ച്വലി ഇങ്ങനെ പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ആളുകൾ അവരറിയാതെ തന്നെ അവരുള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന എല്ലാ ഫീലിങ്സും നമ്മൾ ഉള്ളിൽ അടക്കി പിടിച്ച് കഴിയുമ്പോൾ അത് ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ബിൽഡപ്പ് ചെയ്യും. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പതുക്കെ പതുക്കെ ബാധിക്കാൻ തുടങ്ങും. അത് പിന്നെ പതുക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഇത് പതുക്കെ ബാധിക്കാൻ തുടങ്ങും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. അതായത് നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയില്ല, നമ്മുടെ സന്തോഷം എന്താണെന്ന് അറിയില്ല, നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ കാലങ്ങളായി, അങ്ങനെയൊക്കെ ആവും. അതുപോലെ തന്നെ വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലാവും, അല്ലെങ്കിൽ ടോക്സിക് ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയാതെ അതിനകത്ത് പെട്ടുപോകുന്നൊരവസ്ഥയും കൂടെ ഇതുകൊണ്ടുണ്ടാവും. പിന്നെ മാനിപ്പുലേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ നമ്മൾ സുഖമായിട്ട് മുതലെടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് പേഴ്സണൽ ലൈഫിലാവണം എന്നില്ല, ഓഫീസിലാണെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയ ഇയാൾ എതിർത്തൊന്നും പറയില്ല, എന്ത് ചോദിച്ചാലും ചെയ്തു തരുന്ന ആ ഒരു ക്യാരക്ടറാണെന്ന് അറിയുമ്പോൾ ആളുകളത് മുതലെടുക്കും. അതുപോലെ ഏത് സാഹചര്യത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിൽ പോലും മറ്റുള്ളവരൊക്കെ എല്ലാവർക്കും മടിയായിരിക്കും വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ളൊരു ആളാണ് പാർട്ട്ണർ എന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടെ അവർ ഇവരുടെ തലയിലേക്ക് ഇടും. അപ്പോൾ അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ വയ്യാത്തൊരവസ്ഥയിലേക്കാവും. ഇത് പല രീതിയിൽ ഇത് പുറത്ത് വരാം. ഒരു പക്ഷേ നമ്മൾ മെൻ്റൽ ഹെൽത്തൊക്കെ പോയി ഫിസിക്കൽ ഹെൽത്തൊക്കെ പോയിട്ട് ആ രീതിയിൽ പതുക്കെ ഡൗൺ ആയി പോകുന്നൊരവസ്ഥയിലേക്കും വരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ നമ്മൾ ആകെ ഇത്രയും കാലം മനസ്സിൽ അടക്കി വെച്ചത് മുഴുവൻ ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കാനുള്ളൊരു സാധ്യതയും കൂടെ അവിടെ ഉണ്ട്. ഈ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം. കാരണം ഇതുപോലെ കണ്ടിന്യൂ ചെയ്താൽ ശരിയാവില്ലല്ലോ. ഇത് ഒറ്റയടിക്ക് നമുക്ക് ഇന്ന് മുതൽ ഞാനൊരു പീപ്പിൾ പ്ലീസർ അല്ല എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. അതായത് ആദ്യം തന്നെ നമ്മൾ നോ പറയാൻ പഠിക്കണം. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇന്ന് എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് തീരെ വയ്യ, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം, ആ രീതിയിൽ നമ്മൾ നോ പതുക്കെ ഒറ്റയടിക്ക് ഇല്ല നോ അങ്ങനെ പറയാതെ നമ്മൾ ആ ഒരു രീതിയിൽ എക്സ്ക്യൂസസ് പറഞ്ഞ് ആ നോ പറയാൻ പതുക്കെ പതുക്കെ ശീലിക്കണം. ഓവറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല എന്നുള്ള അത് ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് ക്ഷീണമാണ്, അതല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് പറ്റില്ല അപ്പം തന്നെ നോ പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയാം. പിന്നെ നമുക്ക് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്തിട്ട് അവരോട് പറയാമല്ലോ. പിന്നെ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഗിൽറ്റാണ്. അപ്പോൾ നമ്മൾ പീപ്പിൾ പ്ലീസിങ് മാറ്റണം എന്ന് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞു, നമ്മൾ പതുക്കെ നോ പറയാൻ തുടങ്ങി. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയ്യോ ഇന്ന് എനിക്ക് പറ്റില്ല നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൽ ഈ ഗിൽറ്റ് വരും. ആ ഗിൽറ്റ് വരുന്നത് കൊണ്ട് നമ്മളൊരു മോശം ആളൊന്നുമല്ല, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പം പതുക്കെ പതുക്കെ ആ ഗിൽറ്റ് മാറും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗിൽറ്റ് ഉണ്ടാകുമ്പോൾ ഉടനെ പിന്നെ വീണ്ടും നമ്മൾ ആ യെസ് എന്ന് പറയാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇത് ആക്ച്വലി ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണോ, അതോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണോ? അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ നിരന്തരം ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണമല്ലോ അത് മാറ്റാൻ. അപ്പം ഓരോ പ്രവൃത്തിയും അത് സ്വയം വിശകലനം ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ. പിന്നെ പതുക്കെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാൻ തുടങ്ങണം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലൊന്നുമല്ല. നമ്മൾ നോ എന്ന് പറയുമ്പോഴും നമ്മളൊരു കാര്യം റിജക്റ്റ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളൊരാൾക്ക് സഹായം ചെയ്തില്ലെങ്കിലോ അത് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഫെർദർ ക്വസ്റ്റ്യൻ ചെയ്യാതെ വീണ്ടും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ജെനുവിനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിലൂടെ അല്ല ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളെ വാല്യൂ ചെയ്യുന്ന ആളുകൾ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ ഉണ്ടോ? അത് മാറ്റാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അതിൽ സക്സസ്ഫുൾ ആയോ? എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റിൽ എഴുതുക.